ഉന്മേഷ്, നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അതൊരു ഓയിൽ കാർഗോ ചേഞ്ചിങ് കപ്പലായിരുന്നു. സ്വാഭാവികമായും അതിനകത്ത് ഓയിൽ ആകാനുള്ള സാധ്യത തന്നെയാണ്. നമുക്ക് സ്ഥിരീകരിച്ച് പറയണമെങ്കിൽ കുറച്ചുകൂടി വിവരം ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് ലഭിക്കണം. അതല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡിൽ നിന്നോ നേവിയിൽ നിന്നോ ഒക്കെ വിവരങ്ങൾ, നേവിയുടെയും ചില പരിശോധനകൾ ആ വിഷയത്തിൽ നടക്കുന്നു എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും നിലവിൽ ഇങ്ങനെ ഒരു അലേർട്ട് ആളുകൾ ഇക്കാര്യത്തിൽ ഒരു വിവരം കൂടി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതൊരു കാർഗോയാണ്. മറൈൻ ഗ്യാസ് ഓയിൽ, MGO എന്നറിയപ്പെടുന്ന മറൈൻ ഗ്യാസ് ഓയിൽ, അതേപോലെ തന്നെ VLSFO, വെരി ലോ സൾഫർ ഫ്യൂവൽ ഓയിൽ, ഇത് രണ്ടുമാണ്. അതൊരു മറൈൻ ഫ്യൂവൽ ആണെന്ന് മനസ്സിലാക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. അതിൽ കപ്പൽ മറഞ്ഞു എന്നുള്ളത് നമുക്ക് ഔദ്യോഗികമായി നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ലെങ്കിൽ കൂടി അങ്ങനെ ഒരു വിവരം, അങ്ങനെ ഒരു സൂചന കിട്ടുന്നുണ്ട്. ആ കപ്പലിൽ ഉണ്ടായിരുന്ന വസ്തുക്കളിൽ, ആ കാർഗോയിൽ ചിലത് താഴേക്ക് വീട് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. അതിൽ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അതൊരു മറൈൻ ഗ്യാസ് ഓയിലാണ്. MGO അതേപോലെ തന്നെ VLSFO, വെരി ലോ സൾഫർ ഫ്യൂവൽ ഓയിൽ, അതൊരു ടൈപ്പ് ഓഫ് മറൈൻ ഫ്യൂവൽ ഓയിൽ ആണ് എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ രണ്ട് വിവരങ്ങൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അവസാനമായി ലഭിക്കുന്നതിലും തീരദേശത്തെ ജനങ്ങൾ പ്രത്യേക ജാഗ്രത പുലർത്തണം. ഏതെങ്കിലും തരത്തിൽ ഇത്തരം കാർഗോ ഐറ്റംസ് അല്ലെങ്കിൽ ഇത്തരം വസ്തുക്കൾ തീരത്തടിഞ്ഞാൽ അതിൽ ഒരു കാരണവശാലും സ്പർശിക്കരുത്. അത് മാത്രവുമല്ല, അതിൽ കൂടുതൽ അടുത്തിടപഴകി നിൽക്കരുത് എന്നതടക്കമുള്ള വിവരം അത് ഈ ഘട്ടത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. കൂടുതൽ സ്ഥിരീകരിച്ച വിവരം അല്പസമയത്തുള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഷഫീദ്, ഈ കോസ്റ്റ് ഗാർഡ് അടക്കം ഇക്കാര്യത്തിൽ ഇപ്പോൾ ഒരു പരിശോധന നടത്തുകയായിരിക്കുമല്ലോ. ഇത് എത്രത്തോളം അപകടകരമായ ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ മറികടക്കേണ്ടത്? അപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ ഒരു പരിശോധന ഇതിനോടകം നടക്കുന്നുണ്ടോ ഇപ്പോൾ കടലിൽ? ഉന്മേഷ, കഴിഞ്ഞ 1.5 മണിക്കൂറായി പരിശോധന തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അതായത് ഏതാണ്ട് 3:30യോടുകൂടി ഇതിന്റെ ആദ്യഘട്ട അറിയിപ്പ് വരുന്നു. അതിനുശേഷം അതിന്റെ ആദ്യഘട്ട പരിശോധനകൾ നടക്കുന്നു. പിന്നാലെ ഇത് എന്ത് വസ്തു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാനുള്ള വിവരം കോസ്റ്റ് ഗാർഡും അതേപോലെ തന്നെ നേവിയുടെ അടക്കം സഹായം ഈ വിഷയത്തിൽ തേടിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഉന്മേഷ്, ആദ്യം തന്നെ പറയട്ടെ, നിലവിൽ ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രമാണ് നമുക്ക് സ്ഥിരീകരിച്ച് പറയാൻ കഴിയുന്ന വിവരം. അതിനപ്പുറത്തേക്ക് ആ കാർഗോയിൽ ഒരുപാട് ഭയപ്പെടാൻ വേണ്ടി എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം ഇപ്പോഴും നമുക്കറിയില്ല. പക്ഷേ ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോഴും നമ്മളോട് പങ്കുവയ്ക്കുന്ന വിവരം അനുസരിച്ച് ഇതിനകത്ത് ഡേഞ്ചറസ് ഗുഡ്സ് അവർ ഉപയോഗിച്ച ഇപ്പോൾ